ഏറ്റവും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതിന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമുക്കറിയാം, ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വരാൻ പോകുന്ന വിവരം നാളെ ചൊവ്വാഴ്ച, അതായത് 3-ാം തീയതി സർക്കാർ കടമെടുക്കാൻ, സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. അപ്പം അധികം വൈകാതെ നമുക്ക് ക്ഷേമ പെൻഷൻ കിട്ടിത്തുടങ്ങും. ആദ്യം ക്ഷേമ പെൻഷൻ എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ടിലുള്ളവർക്കാണ്. നമുക്കറിയാം, മാർച്ച് മാസം തുടങ്ങി മുടങ്ങാതെ എല്ലാ മാസവും സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. അനുഗ്രഹമായി വാങ്ങുന്ന എല്ലാവരുടെയും പേരിൽ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു. പലിശ സഹിതം ഇവരുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചെടുക്കും. മാർച്ച് മാസം തുടങ്ങി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടെങ്കിലും ഇപ്പോഴും 4 മാസത്തെ കുടിശ്ശികയാണ്. അതിലൊരു മാസത്തെ കുടിശ്ശിക ഓണത്തിന് വിതരണം ചെയ്തു. ഇനി 2 മാസത്തെ കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷനാണ് ഇനി വന്നു ചേരുന്നത്. നവംബർ മാസത്തെ ഡിസംബർ മാസത്തെ ഒന്നിച്ചാണ് വരുന്നത്. ന്യൂ ഇയർ, ക്രിസ്മസ് അനുബന്ധിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ എത്തിച്ചേരാൻ പോകുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നവർക്ക് നേരത്തെ എത്തിച്ചേരും. ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് 2-3 ദിവസം കഴിഞ്ഞ് സർക്കാർ ഉപഭോക്താക്കൾ വഴി വീടുകളിൽ എത്തിച്ചേരും. പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം പണം എത്തിച്ചേരുക ചൊവ്വാഴ്ച അടുത്ത ആഴ്ച തന്നെ വിതരണം. ഈ 10-ാം തീയതി 15-ാം തീയതിക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാക്കും. പിന്നെ മസ്റ്റിംഗ് ചെയ്തവരുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തിച്ചേരും. മസ്റ്റിംഗ് ചെയ്യാത്തവരുടെ അക്കൗണ്ടിൽ പെൻഷൻ തുക എത്തിച്ചേരില്ല. പിന്നെ വീട് അന്വേഷണമൊക്കെ വരാൻ പോവുകയാണ്. 2 കാറുകളുള്ളവർ, വീട്ടിൽ കാറുകളുള്ളവർ, അതുപോലെ മാസ വരുമാനം 1 ലക്ഷത്തിന് മുകളിലുള്ളവർ, വിദേശത്ത് ജോലിയുള്ളവർ എല്ലാവരുടെയും പെൻഷൻ കെട്ടാകും. പിന്നെ എല്ലാ മാസം 1-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള ടൈം ഉണ്ട്. അതിനുള്ള മസ്റ്ററിങ് ചെയ്യുവാണെങ്കിൽ പിറ്റേ മാസം തുടങ്ങിയുള്ള ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ സർട്ടിഫിക്കറ്റ് എല്ലാവരും സമർപ്പിച്ചോന്ന് സേവന സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ അറിവുകൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.